കായിക രംഗത്ത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം കുറയുന്നതായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ന്യൂസ് 8നോട്. മാതാപിതാക്കൾ കുട്ടികളെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് മറ്റ് കായിക പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ്. സർക്കാർ കായിക മേഖലയ്ക്ക് കുറച്ചുകൂടി പരിഗണന നൽകണമെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. അഞ്ജു ബോബി ജോർജാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. മാം, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്തത്. കാരണം ഇത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്സിനുള്ള ഫൈനൽ ട്രയലാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അത്ലീറ്റ്സിന് വേണ്ട ലെവലിൽ അത്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വേണ്ട രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു കോച്ചിങ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം കുറവാണെന്ന് തോന്നുന്നു. നാഷണൽ ലെവലിലെ അത്ലീറ്റ്സിന് അവരവരുടേതായ രീതിയിൽ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയിക്കോളും, വേറെ അക്കാഡമികളിലോ വേറെ സ്റ്റേറ്റിലൊക്കെ. പക്ഷെ വളർന്നു വരുന്ന താരങ്ങൾക്ക് ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കേരളത്തിൽ ട്രെയിനിങ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം ഒരു പ്രോപ്പർ ട്രെയിനിങ് ട്രാക്ക് പല സ്കൂളുകൾക്കും ഇല്ല, പല കോളേജുകൾക്കും ഇല്ല. അവിടെയൊക്കെ കെട്ടിടങ്ങൾ വളർന്നു കളയും. വില്ലേജുകളിലാണെങ്കിലും തുറസായ സ്ഥലങ്ങൾ ഇന്ന് കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ മറ്റു വഴികൾ തേടിപ്പോകും. അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിപത്തെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നി ഈ മയക്കുമരുന്നും ഡ്രഗ്സിന്റെ അഡിക്റ്റൊക്കെ ആകുന്നത് ഇത്തരത്തിൽ ഒരു കളിസ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് ലഹരി അവരുടെ കായികമാകണം എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനുള്ള ആളുകളും കുറഞ്ഞു. കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കാനോ ഉള്ള അവസരം കിട്ടാത്തപ്പോ കുട്ടികൾ ബാക്കി എന്തൊക്കെയാണോ ഈസിലി അവൈലബിൾ അത് തേടിപ്പോവും. അവിടെ ലഹരി കണ്ടെത്തും അവര്. നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്പോർട്സ് എന്ന് പറയുന്ന ഇതൊരു മാധ്യമമാണ്. നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, നല്ലൊരു ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അതാണ് സ്പോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ശൈലിയും മാൻസിയും പോലുള്ള കുട്ടികൾ അവര് നമുക്ക് വലിയ അഭിമാനമാണ് നൽകുന്നത്. അവരിലൊക്കെ എത്രമാത്രം പ്രതീക്ഷയാണുള്ളത്? എനിക്ക് വളരെ സന്തോഷം. കാരണം എന്റെ അക്കാഡമിയിൽ ട്രെയിനിങ് ചെയ്യുന്ന ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ അതേ കോച്ച് വളർത്തിക്കൊണ്ടുവന്ന ശൈലി സിംഗ് ഇന്ന് എന്റെ റെക്കോർഡ് എടുത്തു, മീറ്റ് റെക്കോർഡ് എടുത്തു. അപ്പോൾ ഞങ്ങൾ കളിയാക്കി പറയുന്നത് ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ബോബി എനിക്ക് ഗിഫ്റ്റ് തന്നത് എന്റെ റെക്കോർഡ് ബ്രേക്ക്. പക്ഷെ വളരെ സന്തോഷം. കാരണം നമ്മളിടുന്ന എഫേർട്ടിന് ഒരു വില ഉണ്ടാവുന്നു. പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ വരുന്ന അത്ലറ്റിക്സിലൊക്കെ പെൺകുട്ടികളുടെ സാന്നിധ്യം കുറച്ച് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് കുഴപ്പം. കാരണം പേരൻസിന് കുട്ടികളെ പുറത്തേക്ക് വിടാൻ പേടിയാണ്. ഇന്ന് ഒരു കുട്ടി പുറത്തേക്ക് പോയാൽ അവർ തിരിച്ചു വരുമോ എന്നുള്ള പേടി കൊണ്ട് പേരൻസ് പലരും വിടാറില്ല. ആ അറ്റ്മോസ്ഫിയർ അതേ രീതിയിലായിപ്പോയി. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഇന്ന് ഭയങ്കര മോശമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ലെവലിലോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മളിങ്ങനെ അതായത് സ്പോർട്സിലേക്ക് വിടുകയാണെങ്കിൽ കുട്ടികൾ കുറേയൊക്കെ ആ രീതിയിൽ ചാനലൈസ് പൊക്കോളും. അവരുടെ മെന്റൽ സ്ട്രെയിനോ അല്ലെങ്കിൽ ഫിസിക്കൽ ഒരു വെൽബീയിങ്ങോ ഒക്കെ ഇതുകൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയാൽ കൂടുതൽ പേരൻസ് വിടും. ഒപ്പം ഒളിമ്പിക്സിനടക്കം ഇന്ത്യ വേദിയാകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിനി വരാനിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും 36 ഒളിമ്പിക്സ് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. ഗവൺമെന്റ് നാഷണൽ ലെവലിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബിഡിംഗ് ഉണ്ട്, അതൊരു വലിയ കടമ്പയാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതൊരു കിട്ടിയ രീതിയിലുള്ള പ്രതീകമാണ് ഇന്ത്യയിൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ അത്ലറ്റ്സ് ആണെങ്കിലും അക്കാഡമികളാണെങ്കിലും ഫെഡറേഷൻസ് ആണെങ്കിലും എല്ലാം അതിനുള്ള ഒരു രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇന്നത്തെ നമ്മുടെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇന്നത്തെ കുട്ടികൾ നമ്മളെക്കാളൊക്കെ ഒത്തിരി വേ ഹെഡാണ്. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും അവർക്ക് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഒത്തിരി വലുതാണ്. അവർക്ക് നമ്മൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള സറൗണ്ടിങ്സിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ വിട്ട് പഠിക്കാനും നിങ്ങളുടെ ടാലന്റ് വളർത്താനും നിങ്ങളുടെ നാടിനും വീടിനും അഭിമാനമായ രീതിയിൽ വളരാനും ശ്രമിക്കുക. താങ്ക് യു. അഞ്ജു ബോബി ജോർജാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. നമ്മുടെ കുട്ടികൾ അത് ലഹരി ഒരു തരത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് പകരം കായികം ആയിരിക്കണം അവർക്ക് പ്രധാനം. അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അത് വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും വലിയ രീതിയിൽ പ്രയത്നിക്കണമെന്നാണ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ഷാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.